വൈറൽ ക്രോപ്പ് ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് യോക്ക് പീസാണ്. അതിന് വേണ്ടിയിട്ട് 3 പീസുള്ള യോക്ക് പോർഷൻ്റെ സാറ്റിൻ ലൈനിങ്ങിൻ്റെ നല്ല വശത്തിൻ്റെ മേലെ വർക്ക് മെറ്റീരിയൽ വെക്കുക. എന്നിട്ട് വർക്ക് മെറ്റീരിയലിൻ്റെ മേലെയായിട്ട് വേണം നോർമൽ ക്രേപ്പ് ലൈനിങ് വെക്കാനായിട്ട്. അതിനുശേഷം ആ കേവ് വരുന്ന ഭാഗത്ത് കൂടെ ഒരു സ്റ്റിച്ച് ചെയ്യുക. ഒരു 1/4 ഇഞ്ചും 2 പോയിൻറ്റും മാത്രം കൂട്ടി വേണം തയ്ക്കാൻ. അതിനുശേഷം ഇതിൻ്റെ എല്ലാ എഡ്ജും കട്ട് ചെയ്ത ശേഷം ഫിനിഷ് ചെയ്യുക. എന്നിട്ട് ക്രേപ്പ് ലൈനിങ് മറിച്ച് കേവ് ഷേപ്പ് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഫിനിഷ് ചെയ്യുക. 2 യോക്ക് പീസും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെക്കുക. ഇനി സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഫ്രണ്ട് പീസാണ്. സാറ്റിൻ തുണിയുടെ നല്ല വശത്തായിട്ട് ക്രേപ്പ് ലൈനിങ് വെച്ച് നെക്കിൻ്റെ പോർഷന് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതിൻ്റെ കേവ് സൈഡ് ഒക്കെ ചെറിയ കട്ടിട്ട് കൊടുത്ത ശേഷം ലൈനിങ് റോങ് സൈഡിലേക്ക് മറിക്കുക. എന്നിട്ട് എഡ്ജൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യുക. ഒന്നുകിൽ അയൺ ചെയ്യുക, അല്ലെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്താലും മതി. ഇനി യോക്ക് പീസ് എടുത്തിട്ട് മേലെ വെച്ച് ജസ്റ്റ് പിൻ ചെയ്ത് വെക്കുക. എനിക്ക് എഡ്ജിൽ ഒരു കുഞ്ഞു ലേസ് വെക്കാനുണ്ട്. യോക്ക് വെക്കുമ്പോൾ ആം ഹോൾ സൈഡ് കറക്റ്റായിട്ട് വെച്ച് മസ്റ്റായിട്ടും പിന്നുകൊണ്ട് സെക്യൂറാക്കി വെക്കണം, ഇല്ലെങ്കിൽ ഷേപ്പ് മാറും. ഇനി ലേസ് കൂടെ വെച്ചിട്ട് ആ കേവ് സൈഡ് ഫ്രണ്ട് പീസിൽ തയ്ച്ചെടുത്ത് വെക്കുക. ഇനി ബാക്ക് പീസ് നമ്മൾ 2 ഇഞ്ച് മാറ്റി കട്ട് ചെയ്തിട്ടില്ലേ, അത് മടക്കി തയ്ക്കുക. തയ്ക്കുമ്പോൾ ആദ്യം 1/2 ഇഞ്ച് ബോർഡർ തയ്ക്കുക. എന്നിട്ട് 1.5 ഇഞ്ചിൽ വീണ്ടും മടക്കി തയ്ച്ചാൽ നല്ല ഫിനിഷിങ്ങിൽ ഒരു ബാൻഡ് പോലെ തന്നെ കിട്ടും. 2 സൈഡും ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഇനി ബാക്ക് പീസിൻ്റെ നല്ല വശവും ഫ്രണ്ട് പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ച് ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുക. 1/2 ഇഞ്ച് സീം അലവൻസ് തന്നെ കീപ്പ് ചെയ്യണം. ഡബിൾ സ്റ്റിച്ച് ചെയ്ത് നെക്കിൻ്റെ ഭാഗം ഒന്ന് വൃത്തിക്ക് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുക. നല്ല വർക്കുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ആവശ്യമുണ്ടെങ്കിൽ സീം വരുന്ന സൈഡിലൊക്കെ ബീഡ്സും സ്റ്റോൺസൊക്കെ കുത്തി പൊട്ടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി കോളർ മെഷർ ചെയ്യാനായിട്ട് തയ്ച്ച് വെച്ച നെക്കിൻ്റെ ഓൾ റൗണ്ട് അളവ് ടാപ്പ് ചുറ്റിച്ച് അളന്നെടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ ഫ്രണ്ടിൽ ഒരു ചെറിയ ഗ്യാപ്പ് കൊടുക്കുന്നുണ്ടല്ലോ, അതിൻ്റെ മെഷർമെൻറ്റ് കൂടെ ആഡ് ചെയ്യാൻ മറക്കരുത്. കോളർ കട്ടിങ് വീഡിയോ നെക്സ്റ്റ് പാർട്ടായിട്ട് ഇടാം.